വീട്ടിലെത്തിച്ചതിന് ശേഷം ഇപ്പോൾ ഏതാണ്ട് 1 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ഇവിടെ വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം എത്തിച്ചതിന് ശേഷം. ആ 1 മണിക്കൂറും അണമുറിയാതെ ആളുകൾ ഇവിടെ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കുകയാണ്, അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ്. അതിൽ നേരത്തെ ഞാൻ പറഞ്ഞു, നീലേശ്വരം മുതൽ വന്നവരുണ്ട്. അതായത് 2006-ൽ VS അച്യുതാനന്ദൻ്റെ സീറ്റ് നിഷേധിച്ചപ്പോൾ നീലേശ്വരത്ത് ആണ് ആദ്യം ഓട്ടോ തൊഴിലാളികൾ മുദ്രാവാക്യം വിളികളുമായി തെരുവിലിറങ്ങുന്നത്. അവർ മുതൽ ഇങ്ങോട്ട് മുഴുവൻ ആളുകളും ഇവിടെ ഒരുമിച്ച് എത്തിച്ചേർന്നിരിക്കുന്നു. പല പ്രദേശത്തു നിന്നുള്ളവർ. പാലക്കാടാണ് VS അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ വലിയ 1996-ലെ പരാജയത്തിന് ശേഷം ആലപ്പുഴയിൽ അദ്ദേഹം അപ്പോൾ പാലക്കാട് തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ട് ചെല്ലുന്നു. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിക്കുന്നു. അവിടെ അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ മുന്നിട്ടിറങ്ങിയവരെല്ലാവരും ഇവിടെ ഇന്നിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നു. അങ്ങനെ കേരളത്തിൻ്റെ സമസ്ത മേഖലകളിൽ നിന്നുള്ള ആളുകൾ VS ഏതെങ്കിലും തരത്തിൽ ഇന്നിപ്പോൾ വയനാട്ടിൽ നിന്ന് വന്ന ഒരാൾ പറഞ്ഞത് VS ഞങ്ങളെ കാണാനാണ് എപ്പോഴും വന്നിട്ടുള്ളത്, ഇത്തവണ ഞങ്ങൾക്ക് VSനെ കാണാൻ വരണമല്ലോ, അതുകൊണ്ട് വയനാട്ടിൽ നിന്ന് വന്നതാണ്. അദ്ദേഹത്തിൻ്റെ മരണവാർത്തയെ അറിഞ്ഞ നിമിഷം മുതൽ വടക്കൻ കേരളത്തിൽ നിന്നുള്ള ഒട്ടേറെ പേർ ഇവിടേക്ക് കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഈ വലിയ ജനാവലി, പല പ്രദേശങ്ങളിൽ നിന്ന് വന്ന ജനാവലി ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഈ VSൻ്റെ മരണത്തിന് ശേഷം ഞാൻ നേരിട്ട് എത്തുന്നത് ഇവിടെ ഈ പുന്നപ്രയിലെ വീട്ടിലാണ്. അപ്പോൾ പുന്നപ്രയിലെ ഈ ജനാവലി തന്നെ എന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ്, ആവേശം കൊള്ളിക്കുന്നതാണ്. ആ നിലയ്ക്ക് നോക്കിയാൽ ഇവിടേക്ക് കടന്നു വന്ന വഴിക്ക് ഇതിനേക്കാളൊക്കെ എത്രയോ വലിയ ജനാവലിയെ കടന്നാണ് VS അച്യുതാനന്ദൻ്റെ മൃതദേഹം ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. എത്രയോ പേരുടെ വലിയ മുദ്രാവാക്യം വിളികൾ കേട്ട്, എത്രയോ പേരുടെ കരച്ചിലും സങ്കടങ്ങളും കേട്ട് ആണ് ഈ വിലാപയാത്ര അവിടെ നിന്ന് ഇപ്പോൾ ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും വലിയ നേതാവ്, ഞങ്ങളുടെ ഏറ്റവും വലിയ കാരണവർ എന്നാണ് ഇവിടെ പലരും വിശേഷിപ്പിക്കുന്നത്. ഒരു നേതാവ് എന്ന നിലയ്ക്കല്ല, നേതാവ് എന്നതിനപ്പുറം ഒരു കാരണവർ എന്ന നിലയ്ക്കാണ്. VS പലപ്പോഴും പലതും കടത്തിപ്പറയുമ്പോൾ VSന് കിട്ടിയിരുന്ന തീർച്ചയായും VSന് ആ അഗ്രസീവായ ആ സമീപനത്തിന് വലിയ പിന്തുണ ചെറുപ്പക്കാരുടെ ഇടയിൽ കിട്ടിയെങ്കിൽ മുതിർന്നവർ VS എന്ന കാരണവരോടുള്ള ബഹുമാനത്തോടെ തന്നെ അതിനെ ഉൾക്കൊള്ളുന്നതാണ് നമ്മളെല്ലാവരും കണ്ടത്. VS ഏറ്റവും രൂക്ഷമായി കടന്നാക്രമിച്ചിട്ടുള്ള, പോരാടിയിട്ടുള്ള മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ പറയുന്നതും ആ നിലയ്ക്ക് തന്നെയാണ്. കഴിഞ്ഞ ദിവസം മുരളീധരൻ VSൻ്റെ മരണത്തിൽ അദ്ദേഹത്തിൻ്റെ അനുശോചനം അറിയിക്കുമ്പോൾ പറയുന്നുണ്ട്, എന്നെ കടന്നാക്രമിച്ചിട്ടുണ്ട് VS അച്യുതാനന്ദൻ എന്ന്. ഒട്ടുവീഴ്ചയില്ലാതെ പോരാടിയിട്ടുണ്ട് VS അച്യുതാനന്ദൻ. പാമോലിൻ കേസ് അടക്കമുള്ള കേസുകൾ, കരുണാകരനെതിരെയുള്ള കേസുകൾ ഒരുപക്ഷെ മുരളീധരൻ്റെ മനസ്സിൽ ഘട്ടത്തിലുണ്ടാവാം. അപ്പോൾ ആ നിലയ്ക്കുള്ള വലിയ പോരാട്ടം നടത്തിയ VS അച്യുതാനന്ദൻ ഒരു സമയത്ത് ഇതിപ്പോൾ 1 മണിക്കൂറായി ഈ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു. പക്ഷേ ഈ 1 മണിക്കൂറിലും എനിക്ക് പറയാനുള്ളത് സമരങ്ങളെക്കുറിച്ചാണ് എന്നുള്ളതാണ്. അത് കേരളത്തിലെ ആരോട് ചോദിച്ചാലും ഇത് പറയും. ഇതിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് നമ്മളൊരു മാധ്യമപ്രവർത്തകൻ എന്നുള്ളേക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമല്ല, ഇവിടെ മൈക്ക് വെച്ച് ചോദിച്ചാൽ ഇവിടെ നിൽക്കുന്ന ആരും പറയുന്ന കാര്യങ്ങളാണ് ഞാനും പറയുന്നത്. കാരണം അത്രയധികം കാര്യങ്ങൾ VS അച്യുതാനന്ദനെ കുറിച്ച് തുടർച്ചയായി പറയാനുണ്ട്, ഓർത്തെടുക്കാനുണ്ട് എന്നുള്ളതാണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. അത്രയധികം ഈ മണ്ണിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ആ വികാരത്തള്ളിച്ച് അനുഭവപ്പെടും. ഈ പുന്നപ്രയിലെ സമരഭൂമി, പുന്നപ്രയിൽ പോലീസിൻ്റെ തോക്കിനോടും ബയണറ്റിനോടും വാരിക്കുന്തം വെച്ച് ഏറ്റുമുട്ടി മരിച്ചു വീണ അന്നത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളായ സഖാക്കളുടെ സമരഭൂമി, ആ ഭൂമി ഇന്നിപ്പോൾ പാർട്ടി ഏറ്റെടുത്തിരിക്കുന്നു. പാർട്ടി ഏറ്റെടുക്കണമെന്ന് നിർദ്ദേശിച്ചത് VS അച്യുതാനന്ദൻ തന്നെയാണ് എന്നിപ്പോൾ പറയുന്നു. അപ്പോൾ VS അച്യുതാനന്ദൻ നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അടയാളമായി ആ സമരഭൂമി ഇവിടെയുണ്ട്, വയലാർ ഇവിടെയുണ്ട്, പുന്നപ്ര ഇവിടെയുണ്ട്, ആ ഓർമ്മകൾ ഇവിടെയുണ്ട്. എല്ലാ കാലത്തും CPIMൻ്റെ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുദ്രാവാക്യങ്ങളിൽ ഈ പുന്നപ്രയും വയലാറുമുണ്ട്. തേഭാഗയും തെലങ്കാനയും പുന്നപ്രയും വയലാറും മുദ്രാവാക്യങ്ങളിൽ ഇടം പിടിക്കുന്നത് ഇതിൻ്റെ ഗരിമ കൊണ്ടാണ്, ഈ പോരാട്ടത്തിൻ്റെ ഒരു സമരോത്സുകത കൊണ്ടാണ്. അപ്പോൾ ആ സമരങ്ങളെല്ലാം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെമ്പാടുമുള്ള പാർട്ടി പ്രവർത്തകർ, CPIMൻ്റെ കേഡർമാർ, അണികൾ, അനുഭാവികൾ എല്ലാവരും, എല്ലാ ഇടതുപക്ഷ പ്രവർത്തകരും ഓർത്തിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും തീവ്രമായ ആ പോരാട്ട ധൈര്യം കൊണ്ടാണ്. അതിന് നേതൃത്വം കൊടുത്ത നേതാവ്, ആ ആസ്പിൻവാളിലെ 5000 തൊഴിലാളികൾക്ക് നേതൃത്വം കൊടുത്ത നേതാവ്. അതിനുശേഷം ഒരു കാലമുണ്ട് VS അച്യുതാനന്ദൻ. അത് ഇവിടെ കുറുവടി സേന എന്ന നിലയ്ക്ക് ഇവിടുത്തെ ജന്മിമാരുടെ സേന, 2000 പേരുടെ കുറുവടി സേനയെ നേരിട്ട VS അച്യുതാനന്ദൻ. അത് വെറുതെ നേരിടുകയായിരുന്നില്ല, അത് 5000 തൊഴിലാളികളെ സംഘടിപ്പിച്ച് തിരിച്ചടിക്കുകയായിരുന്നു, അടിച്ചോടിക്കുകയായിരുന്നു. ആ സംഘർഷത്തിൽ ആ കുറുവടി സേനയുടെ നേതാവ് കൊല്ലപ്പെടുകയും ചെയ്യുന്നുണ്ട്. ആ കൊലക്കേസിൽ VS അച്യുതാനന്ദൻ പ്രതിയുമാകുന്നുണ്ടെന്നുള്ളത് ഓർക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ചരിത്രം VS അച്യുതാനന്ദൻ, ആ പോരാട്ടത്തിൻ്റെ ചരിത്രം VS അച്യുതാനന്ദനുണ്ട്.